ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. മലയാളി മോഹൻലാൽ അതൊരു വലിയ സംഭവം കോമ്പിനേഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സത്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ അത് പറയേണ്ട കാര്യമില്ല. ഓരോ തവണയും അയാൾ വന്ന് ഞെട്ടിച്ചിട്ട് പോയിട്ടുള്ളപ്പോഴൊക്കെയും തിയേറ്ററുകളിൽ പ്രകമ്പനമായിരുന്നു. അതൊരു വലിയ സത്യമാണ്. കഴിഞ്ഞ ദിവസം തുടരും എന്ന സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് ഒരു റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി. ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും ഗംഭീരം. ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങേരുടെ ഫിസിക് ആണെങ്കിലും അങ്ങേരുടെ ആക്ടിങ് ആണെങ്കിലും അങ്ങേരെ എവിടെയും പോയിട്ടില്ല, അങ്ങേര് തീർന്നിട്ടില്ല. ഇനി ഈ ഫാൻ ഫൈറ്റിന്റെ പേര് കുറെ പേര് കിടന്ന് ചുമ്മാ താളം അടിക്കുന്നുണ്ട്. പോയി പറഞ്ഞു ഈ പടമൊക്കെ വന്ന് കണ്ടിട്ട് മോഹൻലാൽ എന്താണ്, മോഹൻലാലിന്റെ പെർഫോമൻസ് എന്താണ്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ എന്താണെന്നൊന്ന് നോക്കാൻ പറ. അല്ലാതെ വെറുതെ കിടന്ന് വാർത്തകളും അടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതും ഇതും പറയല്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വന്നാൽ തരുൺമൂർത്തി 100% ചെയ്തിട്ട് ഗംഭീരമാണ്. എനിക്ക് ഇതിനപ്പുറത്ത് വേർഡ്സ് പറയാനില്ല. ഫാമിലി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ഉണ്ട്. ഏതായിട്ടാണ് ഈ പടത്തിൽ ഇല്ലാത്തത്? നിങ്ങൾ നോക്കിയോ, നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടനെയാണ്. അങ്ങനെ ഒരു ലാലേട്ടനാണ് എനിക്ക് കിട്ടിയത്. എനിക്കത് മതി. ഞാൻ ഭയങ്കര ഇമോഷണലാണ്. അത് സിനിമയുടെ ഇമോഷണല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടനാണ് ഞാൻ കണ്ടത്. ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ കൊടുക്കാനുണ്ടായ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, ഞാൻ ആഗ്രഹിച്ച ഒരു പെർഫോമറിനെ കാണാൻ പറ്റാതായതിൻ്റെ സങ്കടം എനിക്കുണ്ടായിരുന്നു. കാരണം സിനിമയെ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുമ്പോൾ അതിലെ ചില നല്ല പെർഫോമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ആ പെർഫോമൻസുകൾ ഇല്ലാതായി, അവരുടെ സിനിമകളില്ലാതായി എന്ന് ചിന്തിച്ചു പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളെ അത് ചിന്തിച്ചതിനും അപ്പുറത്തേക്ക് വലിയൊരു രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ശരിക്കും ഇമോഷണലായി പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡയലോഗാണ്, മലയാളിയും മോഹൻലാലും അതൊരു ഭയങ്കര വലിയൊരു കോമ്പിനേഷനും ആത്മബന്ധവുമാണ്. കിലുക്കം, മിന്നാരം, അരം പ്ലസ് അരം കിന്നാരം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, TP ബാലഗോപാലൻ എം.എ, ഇങ്ങനെ 100 കണക്കിന് സിനിമകൾ ചെറുപ്പം തൊട്ടേ കണ്ട് മോഹൻലാൽ എന്ന നടനോടുള്ള ഒരു ഇഷ്ടം നമ്മൾ പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി ഉണ്ട്. ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വേരിയേഷൻ കൊണ്ടുപോയി വെക്കുന്ന ഒരു രീതിയുണ്ട് പല സിനിമകളിലും. ഇപ്പോൾ അരം പ്ലസ് അരം കിന്നരത്തിലാണെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയില്ലേ, ആ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ചിരിയില്ലേ, അത് തന്നെയാണ് ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചൊരു വേൾഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രങ്ങളിൽ നിന്ന് മറ്റ് സിനിമകളിലേക്ക് പോയി കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പല തരത്തിലുള്ള മുഖങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മിന്നാരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ അവിടെ ചിരിപ്പിച്ച് ഇവിടെ ചിരിപ്പിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഒടുവിൽ കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ ചെയ്യിപ്പിക്കുന്ന കുറേ പരിപാടികളുണ്ട്. ചിത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിരിപ്പിച്ച് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നിട്ട് അത്രയും നേരം ചിരിപ്പിച്ചൊരു മനുഷ്യനെ 1-2 ചോദ്യങ്ങൾ കൊണ്ട് കരയിപ്പിച്ചൊരു മോഹൻലാലുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടാരിയായിട്ടുള്ളൊരു അച്ഛൻ്റെ ജീവിതം തൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് അയാളുടെ ഒരു വീഴ്പ്പായിരുന്നു താനെന്ന് ചിന്തിപ്പിച്ച പാദമുദ്രയിലെ മകൻ്റെ കഥാപാത്രമുണ്ട്. അവിടെ ഈ അച്ഛൻ്റെ കഥാപാത്രത്തിനുള്ളൊരു വ്യത്യാസവും മകൻ്റെ കഥാപാത്രത്തിനുള്ളൊരു വേരിയേഷനും മകന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഗംഭീരമായിട്ട് ഒരു സിനിമയിൽ തന്നെ 2 കഥാപാത്രങ്ങളെ അദ്ദേഹം ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ന സിനിമയിൽ, പവിത്ര എന്ന സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, മോഹൻലാൽ കൊണ്ടുവന്ന് വെക്കുന്ന ഏറ്റവും ഹൈ മൊമെൻറ്റുകൾ ആ സിനിമയിലുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഒരു തന്മാത്രയും രസതന്ത്രവും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആ ഒരു മുഖങ്ങൾ എവിടെയാണ് പോയത്? തമ്പുരാനും രാവണപ്രഭുവും പ്രജയും ഒക്കെ കാണിക്കുന്ന മോഹൻലാൽ എവിടെയാണ് പോയത്? എന്നാൽ അങ്ങനെയുള്ളൊരു മോഹൻലാലിനെ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ടിട്ട് അതിനുള്ളിലിട്ട് വട്ടം കറക്കി. ഈ ഉറുമ്പിനെ നമ്മൾ കാണുമ്പോൾ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ആ വട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ ഉറുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഈ അടുത്ത കാലത്ത് എല്ലാ മോഹൻലാലും സംഭവിച്ചതെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധങ്ങൾ കൊണ്ട് അദ്ദേഹം മറ്റൊരു തരത്തിലേക്കുള്ള സിനിമകളിലേക്ക് പോകാതെ ഒരിടത്ത് തന്നെ ഉറച്ചു നിന്ന് കളഞ്ഞു. ആ നിന്നിടത്ത് നിന്ന് മാത്രം സിനിമകൾ ഉണ്ടാക്കി അതിനെ മാർക്കറ്റ് ചെയ്യാൻ മാത്രം അദ്ദേഹം പഠിച്ചു. അല്ലാതെ മോഹൻലാൽ എന്ന നടന് ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെ മറ്റൊരു തരത്തിൽ മറച്ചു പിടിക്കുകയായിരുന്നു. ഒരു വലിയ ശില്പത്തിൻ്റെ മുകളിലൂടെ തുണിയിട്ടിട്ട് അതിൻ്റെ പിന്നിൽ വലിയൊരു വെളിച്ചം കൊണ്ടുവച്ച് അതിൻ്റെ ഏറ്റവും മുന്നിൽ കൊണ്ടുപോയി മറ്റൊരു തുണിയിട്ട് പാവകളെ ആട്ടിക്കുന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടി പോലെയായിരുന്നു ഈ അടുത്ത കാലങ്ങളിലെല്ലാം മോഹൻലാൽ സിനിമകളിൽ നമ്മൾ കണ്ടത്. ബറോസ് എന്ന സിനിമയിൽ എന്തായിരുന്നു ഉള്ളത്? അദ്ദേഹം സംവിധാനം ചെയ്ത മൂവിയൊക്കെ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന് അതിനകത്തൊന്നും ചെയ്യാനില്ല. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, നീരാളി, ഒടിയൻ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലേക്ക് വരുമ്പോൾ മോഹൻലാലിന് എന്ത് ചെയ്യാനുണ്ടായിരുന്നു അവിടെ? മോഹൻലാൽ എന്ന മനുഷ്യനെ വെറും ഒരു വിൽപ്പന ചരക്കാക്കി അയാളെ കൊണ്ട് മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ലൂസിഫർ എന്ന സിനിമ വമ്പൻ ഹിറ്റടിച്ചൊരു മൂവിയാണ്. ഈ സിനിമയിൽ മോഹൻലാലിന് വളരെ കുറച്ച് സമയം മാത്രമേ സ്ക്രീൻ പ്രസൻസ് ഉള്ളൂ, പക്ഷേ ത്രൂ ഔട്ട് മോഹൻലാൽ എന്ന നടൻ്റെ ഓറയാണ് ആ സിനിമയെ വർക്ക് ചെയ്യിപ്പിച്ചത്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു നോട്ടവും ഒരു ഡയലോഗും കൊണ്ട് മോഹൻലാൽ എന്ന നടൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഓളം തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ വ്യക്തിക്കും അറിയാൻ പറ്റും. എൻ്റെ പിള്ളേരെ തൊടുന്നടാ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാരൻ്റെ നെഞ്ചത്തേക്ക്
കാല് ചവിട്ടി വെക്കുമ്പോൾ മോഹൻലാൽ ഉണ്ടാക്കിയെടുക്കുന്നൊരു ബ്ലാസ്റ്റ് ഉണ്ട് തിയേറ്ററിനുള്ളിൽ. ആ ഒരു ബ്ലാസ്റ്റ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. അതാണ് മോഹൻലാലിൻ്റെ പവർ. മൂന്നാം മുറയിലും ദൗത്യത്തിലും ഒക്കെ കണ്ടൊരു മോഹൻലാലിൻ്റെ ഫിസിക്കുണ്ട്. ആ മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള കായികപരമായിട്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തച്ചോളി വർഗീസ് ചേകവരിൽ, കമലതളത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള പല സിനിമകളിലും മോഹൻലാൽ കൊണ്ടുവന്ന് വെക്കുന്ന ശാരീരിക പ്രകടനങ്ങളുണ്ട്. വിരലുകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും കവിളുകൾ കൊണ്ടും അയാളുടെ ചിരികൾ കൊണ്ടും അയാളുടെ രോമങ്ങൾ കൊണ്ട് പോലും അയാൾ അഭിനയിക്കാൻ പറ്റും എന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ്. വില്ലൻ എന്ന ഒരു സിനിമയിൽ, ആ സിനിമ പരാജയപ്പെട്ടതാണെങ്കിൽ പോലും ചെറിയൊരു ഒരു സീനുണ്ട്. മൂവിയിലെ ഏറ്റവും ഇമ്പാക്റ്റഡ് ആയിട്ടുള്ളൊരു സീനുണ്ട്. ഭാര്യയെ പിന്നെ മഞ്ജു വാര്യരുടെ ആ ഒരു കഥാപാത്രത്തിനെ അവിടെ ഇല്ലാതാക്കിയതിന് ശേഷം അയാൾ നിന്ന് ഏറ്റവും വിഷമത്തോടു കൂടി, ഏറ്റവും ദുഃഖത്തോടു കൂടി, എന്നാൽ അവൾക്കൊരു മോക്ഷം കൊടുത്തു എന്നുള്ള ഒരു ചിരിയോടു കൂടിയുള്ള ഒരു നോട്ടമുണ്ട്. പ്രകടനം എന്ന് പറയുമ്പോൾ മോഹൻലാലിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഇരുവർ എന്ന സിനിമയിലെ എക്സ്പ്രഷൻസുകളിലൂടെ മോഹൻലാൽ തൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ മോഹൻലാൽ തൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ എക്സ്പ്ലോറിങ്ങും ഭയങ്കര ഗംഭീരമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളിലൂടെയൊക്കെ തന്നെ മോഹൻലാലിൻ്റെ വേരിയേഷൻസിനെ മലയാളികൾ കണ്ടതാണ്, ഇന്ത്യൻ സിനിമ കണ്ടതാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, സെലിബ്രിറ്റികൾക്കിടയിൽ പോലും ആരാധകരുള്ളൊരു നടനാണ് മോഹൻലാൽ. അങ്ങനെയുള്ളൊരു നടനെ എവിടെയാണ് നമുക്ക് മിസ്സായത്? ഞാൻ നേരത്തെ പറഞ്ഞ ബൗണ്ടറികൾക്കുള്ളിൽ നിന്ന് ആ മനുഷ്യൻ പെട്ടുപോയതാണ്. ഗംഭീരമായിട്ടുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇന്നും മോഹൻലാലിനെ തേടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അടുത്ത കാലത്ത് ഇറങ്ങിയ പുലിമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റ് മൂവി, അതിനകത്ത് പോലും മോഹൻലാലിൻ്റെ മാർക്കറ്റിംഗ്, മോഹൻലാലിൻ്റെ ഫിസിക്, മോഹൻലാലിൻ്റെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ, മോഹൻലാലിൻ്റെ യുണീക്നെസ്, അതിനുശേഷം മോഹൻലാൽ എന്ന നടൻ്റെ പെർഫോമൻസ് എടുത്തു വെച്ചാൽ എത്ര സിനിമകളുണ്ട്? ഒന്നുമില്ല. മോഹൻലാലിനെ പെർഫോം ചെയ്യാൻ പറ്റിയ സിനിമകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. ഗംഭീരമായിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ ഇല്ലാതാക്കി 1970 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന കുറേ സിനിമകളൊക്കെ കാണിച്ച് ചുമ്മാ അയാളെ കോലം കെട്ടിച്ച് എന്തിനിങ്ങനെ ചെയ്യിപ്പിക്കുന്നു? ഇതിനൊക്കെ പകരം അയാൾക്ക് വാനപ്രസ്ഥം പോലൊരു സിനിമ കൊടുത്ത്, സതയം പോലൊരു സിനിമ കൊടുത്ത് മലയാളികളെ വീണ്ടും ഞെട്ടിച്ച് തിയേറ്ററുകളിൽ കയ്യടിയുടെ ഘോഷയാത്ര ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമകൾ ഇവിടെ ചെയ്യാമായിരുന്നിട്ടും മോഹൻലാൽ വെറും ഒരു കച്ചവട ചരക്ക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിരുന്നു ഒടിയൻ. അദ്ദേഹത്തിനെ കൊണ്ട് പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ചെറുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ശ്രീകുമാർ മേനോൻ ഭയങ്കരമായിട്ട് മെനക്കെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മെനക്കെട്ട് കൊണ്ട് മോഹൻലാൽ ഇത്രയും വലിയൊരു ഹൈ റിസ്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ബോഡി ഷെയ്മിങ്, ആ മനുഷ്യൻ നേരിട്ട ആ ദുരവസ്ഥകൾ, തിയേറ്ററിൽ സിനിമ എത്തിയപ്പോൾ അതിനേക്കാൾ വലിയൊരു പരാജയം ഉണ്ടാക്കിയെടുത്തൊരു ഹൈപ്പ് വെച്ച് തിയേറ്ററിലേക്ക് ചെന്നപ്പോൾ മനുഷ്യന് കിട്ടിയതാണെങ്കിലോ നല്ല അവിഞ്ഞ കഞ്ഞിയും. നല്ല ഉഗ്രം പടം വേണ്ടിയിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ പ്രേക്ഷകൻ ഈ ഒരു മനുഷ്യനെ മിസ് ചെയ്യാണ്ടിരിക്കുന്നത്? ഇത്രയും കാലിബറുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോൺ ആക്ടറിനെ ചുമ്മാ കൊണ്ടുവന്ന് കോലം കെട്ടിച്ച് ലാലേട്ടൻ അങ്ങോട്ട് നടക്കൂ, ഇങ്ങോട്ട് നടക്കൂ, ഇങ്ങനെ ചുമ്മാ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് വെറുതെ ഒരു ചുമ്മാ കോലം കെട്ടിച്ച് കുറേ പരിപാടികൾ. ഇതിനൊക്കെ അപ്പുറത്താണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ റേഞ്ച് എന്നുള്ളത് ഇവരൊക്കെ തിരിച്ചറിയാത്തത് എന്താണ്? അല്ലെങ്കിൽ അയാളെ കിട്ടിക്കഴിയുമ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടറാണ് എൻ്റെ കയ്യിരിക്കുന്നത്, ഈ മനുഷ്യനെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കണം, ഈ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്യിപ്പിക്കണം എന്ന് ഓരോ ഡയറക്ടേഴ്സും വാശി എടുത്തിരുന്നെങ്കിൽ ഇന്ന് മലയാള സിനിമയ്ക്ക് എത്ര ഗംഭീര പെർഫോമൻസുകൾ കിട്ടിപ്പോയനെ. അങ്ങനെ തുനിഞ്ഞിറങ്ങിയ ഡയറക്ടർമാർക്ക് പോലും മോഹൻലാലിനെ അടുത്ത് കിട്ടാത്ത അവസ്ഥകളിൽ മോഹൻലാൽ മാറിപ്പോയി. പക്ഷേ ഇപ്പോൾ തരുൺമൂർത്തിയിലേക്ക് മോഹൻലാൽ എത്തിയപ്പോൾ ആ മനുഷ്യൻ്റെ മലയാളി ഓഡിയൻസ് ഇഷ്ടപ്പെട്ട പെർഫോമൻസുകളാണ് കാണാൻ സാധിച്ചത്. അതാണ് മോഹൻലാലിൽ നിന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സതയത്തിലെ സത്യനാഥനും, ആറാം തമ്പുരാനിലെ ജഗന്നാഥനും, തന്മാത്രയിലെ രമേശനും, നരസിംഹത്തിലെ പൂവള്ളി ഇന്ദുചൂടനും, പ്രജയിലെ സക്കീർ ഭായിയും, എത്ര കഥാപാത്രങ്ങളിലൂടെ ആ മനുഷ്യൻ പല വേരിയേഷൻസ് കാണിച്ച് മലയാളിയെ പ്രണയിപ്പിക്കാനും, മലയാളിയെ ചിരിപ്പിക്കാനും, ചിന്തിപ്പിക്കാനും, കരയിപ്പിക്കാനും, ദേഷ്യപ്പെടാനും, പല സ്റ്റൈലുകൾ പരീക്ഷിക്കാനും ഒക്കെ പഠിപ്പിച്ചത്. ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു നടൻ മാത്രമല്ല, മലയാളിയെ സംബന്ധിച്ച് അയാളൊരു വികാരമാണ്. അതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത്, മോഹൻലാലും മലയാളിയും അതൊരു വല്ലാത്ത ആത്മബന്ധമാണ്. ഇത്തരത്തിലൊരു മോഹൻലാലിനെ ഇനിയും സിനിമകളിൽ കാണണമെന്നാണ് ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത്. കിട്ടുന്ന കഥാപാത്രങ്ങളെ വളരെ മൈൽഡായിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ടും എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ടും ഞെട്ടിക്കാൻ കഴിയുന്നൊരു സംഭവം. തുടരുമിനകത്ത് പൈപ്രഞ്ച് കയ്യിലേക്ക് വെച്ച് ടൈറ്റാക്കിയതിന് ശേഷം അയാൾ തൻ്റെ മുന്നിലിരിക്കുന്ന ഫർഹാൻ്റെ കഥാപാത്രത്തിന് നോക്കിയൊരു ചിരിയുണ്ട്. ആ ചിരിയിൽ മോഹൻലാൽ എന്ന നടൻ്റെ ഒരു തിരിച്ചുവരവ്, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ബീസ്റ്റ് മോഡ് അവിടെ കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ട്രോമയിൽ ആ ബാത്റൂമിൽ നിന്നുകൊണ്ട് അയാൾ കരയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ മനസ്സ്, ഹൃദയം തേങ്ങും. ഈ പറയുന്ന തന്മാത്രയിലേക്ക് വരുമ്പോൾ രമേശൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ, പഴയ കാലമാണോ പുതിയ കാലമാണോ, റിയാലിറ്റി ഏതാണ് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാതെ കഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് രമേശൻ്റെ ആ ഒരു വീർപ്പുമുട്ടലും ദുഃഖവും വേർപിരിയലുമൊക്കെ ഓഡിയൻസ് എത്ര വേദനയോടുകൂടിയാണ് കണ്ടത്. ചേരും പോലെ
ഭ്രമരത്തിലെ ശിവൻകുട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്വഭാവവും അയാളുടെ വൈൽഡ്നെസ്സും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അയാളുടെ നിസ്സഹായതയും ഒടുവിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഒരു ക്രോധവുമൊക്കെ മലയാളികൾ എത്ര ആവേശത്തോടു കൂടി കണ്ടതാണ്. ചുറ്റുപാടുകളെ ഭയന്ന് ഇനിയുള്ളതിനെ ഓർത്ത് പേടിച്ച് സ്വന്തം ജീവിതത്തിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ക്രൂരത ചെയ്ത സതയത്തിലെ സത്യനാഥനെ മലയാളികൾക്ക് മറക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു മോഹൻലാലിനെ എല്ലാവരും കൂടെ ഒരു വട്ടപാത്രത്തിലിട്ട് കെട്ടിവെച്ചതുപോലെയായിരുന്നു ഇത്രയും കാലം. തരുൺമൂർത്തിക്ക് തന്നെ കൊണ്ട് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഒറ്റക്കൊമ്പനെന്ന് തിലകൻ ചേട്ടൻ പണ്ട് വിളിച്ചത്. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന് ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെപ്പോലെ അക്ഷരാർത്ഥത്തിൽ സ്ക്രീനിൽ കൊണ്ടുവച്ചിട്ട് അതെ ഇയാൾ മലയാളത്തിൻ്റെ ഒറ്റക്കൊമ്പൻ തന്നെയാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള അവതരണ ശൈലിയിലൂടെ മോഹൻലാലിനെ തിരിച്ച് മലയാളികൾക്ക് സമ്മാനിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടുള്ള ഞാനും കരഞ്ഞുപോയി. കരഞ്ഞു പോകാതിരിക്കാൻ പറ്റുമോ? കാരണം സ്ക്രീനിൽ കണ്ടത് മോഹൻലാൽ എന്ന പെർഫോമറിനെയാണ്. കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.